ഏതോ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് വരെ ഈ CCTV ദൃശ്യം, അതായത് ഈ DVR പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ? അതിൽ മെമ്മറി കാർഡ് ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയെന്ന്. പക്ഷേ മെമ്മറി കാർഡിന്റെ സിമ്പിളും ഉണ്ട്, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ലേ. നമ്മളിപ്പോ റെക്കോർഡ് ആകുമ്പോൾ മെമ്മറി കാർഡിന്റെ ഒരു സിമ്പിൾ പോലെ കിടക്കണ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമല്ലോ. അത് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നഷ്ടമായിരിക്കുന്നത്. അതിൽ എന്താണ് യദുവിന് തോന്നുന്നത്? പ്രധാനപ്പെട്ട തെളിവാണ് നഷ്ടമായതെന്ന് ഞാൻ ആദ്യമേ വീഡിയോസിൽ പറയുന്നുണ്ട്, അന്വേഷണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നശിപ്പിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബസ് തന്നെ കാണാതാവുന്ന ഒരു അവസ്ഥ വരും. ബസ്സല്ലേ ഈ RTC 101 എന്ന് പറയുന്ന ബസ് ഇനി കാണാതാവുന്ന ഒരു അവസ്ഥ വരും. അതായത് യദു നേരത്തെ തന്നെ പറഞ്ഞിരുന്നോ ഈ തെളിവ്, അതായത് ഇതൊക്കെ പരിശോധിക്കണമെന്ന് യദു ആവശ്യപ്പെട്ടിരുന്നോ? ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞു തെളിവ് നശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യമേ ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇത് പിന്നീട് നശിപ്പിക്കും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതായത് ഈ നമ്മുടെ പ്ലാമൂട് തൊട്ട് തുടങ്ങി ഈ അസ്വാരസ്യങ്ങള് പിന്നീട് അവിടെ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സാഫല്യം കോംപ്ലക്സിന്റെ ആ ഫ്രണ്ട് വശത്ത് വാഹനം കുറുകെയിടുന്ന സമയത്ത് നടന്ന ആശയവിനിമയങ്ങൾ, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ലൈംഗിക ചേഷ്ടയോ മറ്റോ കാട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ ഈ നമ്മുടെ ഈ DVRൽ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡിൽ ഈ CCTVയിൽ പതിയുമായിരുന്ന ഒരു തെളിവായിരുന്നു അതല്ലേ? അത് തന്നെ. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അത് CMD അല്ലേ എടുക്കണ്ടേ. നമ്മൾ അത് പ്രോപ്പർ ചാനൽ വഴി പരാതി എഴുതി കൊടുത്ത് CMD വഴി അതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ മെമ്മറി കാർഡ് കാണാനില്ലല്ലോ. മെമ്മറി കാർഡ് കാണാനില്ലെങ്കിൽ അത് ഇപ്പൊ നമുക്ക് പറ്റൂലല്ലോ, നമുക്കത് എടുത്ത് മാറ്റാനോ എടുക്കാനോ പറ്റൂലല്ലോ. എങ്ങനെ മിസ്സായി കാണുമെന്നാണ് യദുവിന് തോന്നുന്നത്? ഇത് അതിനുശേഷം വണ്ടി അവിടെ ചുമ്മാ ഒതുക്കിയിട്ടൊക്കെയായിരുന്നു. ആ ഒരു ഇതിന് ശേഷം ഞാൻ 10:30 വന്നല്ലോ. 10:30 വന്നപ്പോ റോഡില് ഫ്രണ്ടിൽ കിടക്കായിരുന്നു വണ്ടി 101 RTC 101. അതായത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്? പോലീസിന്റെ കസ്റ്റഡിയിലല്ല, നമ്മൾ ഡിപ്പോയില്. അതായത് പോലീസ് അവിടെ നിന്നും പോലീസ് പരിശോധന നടത്തുന്നു, പിന്നീട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് നടത്തിയൊന്നുമില്ല. പോലീസ് വേറെ പരിശോധന ഇപ്പോഴേ നടത്തിയതല്ലേ ഉള്ളൂ. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ കസ്റ്റഡി, അതായത് KSRTCയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ KSRTCയുടെ കസ്റ്റഡിയിലാണ് വണ്ടി ഇരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയാതെ ഇത് പോകില്ലല്ലോ. അതായിരിക്കാം. ഞാൻ ഉദ്യോഗസ്ഥരെ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരാ ഉദ്യോഗസ്ഥയെ പറഞ്ഞതിന്റെ ക്ഷീണം ഇതൊരിക്കും മാറിയില്ല. ഞാൻ ഉദ്യോഗസ്ഥരെ പറയാൻ ആളല്ല, ഞാൻ താൽക്കാലിക ജീവനക്കാരനാണ്. അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും അതൊക്കെ ഡിലീറ്റ് ആയി പോയോ അല്ലെ ഉണ്ടോ, മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുള്ളൂ. പക്ഷെ റെക്കോർഡിംഗ് ആയെന്ന് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. സ്ക്രീനിൽ അറിയാൻ പറ്റും. ഒരു കാര്യം, യദുവിന്റെ ഈ പരാതിയിൽ എന്തെങ്കിലും അറിയിപ്പ് പോലെ ലഭിച്ചിട്ടുണ്ടോ? നൽകിയ പരാതിയിൽ ഇല്ല. ഞാനൊരു കാര്യം പറയട്ടോ, എന്റെ ഒരു ഇത് പറയാണ്, നിങ്ങൾ ചോദിക്കായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ നിന്നപ്പോയി മനുഷ്യാവകാശത്തിൽ കേസ് കൊടുത്തിട്ട് അതിന്റെ മെസ്സേജ് വരുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഒന്നാമത്. അത് കഴിഞ്ഞ് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് എന്റെ അടുത്ത് കമ്മീഷൻ ഓഫീസിൽ പോയപ്പോ സാറ് ഉടനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നേരെ വന്നിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നീ ഇന്ന കേസിലെ പ്രതിയല്ലേ? കമ്മീഷണർ ചോദിക്കുകയാണ്, നീ ഇന്ന കേസിൽ കമ്മീഷണർ ഇല്ല, മെയിൻ കമ്മീഷണർ ഇല്ലാത്തത് അഡീഷണൽ ആണ് എടുത്തെന്ന് തോന്നുന്നു. എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ, വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അതിന്റെ ഇപ്പുറത്തെ ഒരു മാഡം പറഞ്ഞു സാറില്ല, സാറ് പോയി, അതിന് പകരത്തിന് അഡീഷണൽ ആയിട്ടുള്ള ആളുണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് പറയുന്നെന്ന് വെച്ചാൽ, നീ ഇന്ന കേസിലെ പ്രതിയല്ലേ? ഞാൻ ഇപ്പൊ ഒരു പരാതി കൊടുക്കാൻ പോണ ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ആ ഒരു രീതിയിൽ പെരുമാറാതെ ഇത് മേയർ അശ്ലീലം കാണിച്ചെന്നുള്ള രീതിയിലാണ് പറയുന്നത് മൊത്തം. ശരി. അപ്പൊ KSRTC എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഞാൻ ഇതുവരേക്കുമായിട്ട് ആരും എന്നെ വിളിച്ചിട്ടുമില്ല. TDF കുറെ മീഡിയാസും കുറെ നമ്മുടെ സംഘടനകൾ, ഡ്രൈവർ സംഘടനകളും കുറെ ആൾക്കാരേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അതായത് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഈ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ചോദ്യമോ മൊഴിയോ എടുത്തിട്ടില്ല. അത് കാണുമ്പോ കേൾക്കുമ്പോഴും നമുക്കറിയാം,
അതായത് ഇവരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ജോലി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ കണ്ടില്ലേ, മെമ്മറി കാർഡ് പോലും പോയില്ലേ. ഇനി ബസ് എന്നാണ് പോണെന്നുള്ള അറിഞ്ഞുകൂടാ.